രാഷ്ട്രപതിയുടെ അഭിസംബോധനയ്ക്കുള്ള നന്ദി പ്രമേയ ചർച്ചയിൽ പ്രധാനമന്ത്രിയുടെ മറുപടി ഇന്നുണ്ടാകും. രാഹുൽ ഗാന്ധിയുടെ വിമർശനങ്ങളിൽ പ്രധാനമന്ത്രി പ്രതികരിച്ചേക്കുമെന്നാണ് കരുതുന്നത്. അതേസമയം വഖഫ്, കുംഭമേള അടക്കമുള്ള വിഷയങ്ങൾ ഉയർത്തി ഇന്നും പ്രതിപക്ഷം പ്രതിഷേധം ശക്തമാക്കാനാണ് സാധ്യത. KP അഭിലാഷ് ന്യൂസ് ഡെസ്കിൽ നിന്ന്. അഭിലാഷ്, ഗുഡ് മോർണിംഗ്. വളരെ രൂക്ഷമായ വിമർശനങ്ങളാണ് കഴിഞ്ഞ ദിവസം രാഹുൽ ഗാന്ധി പാർലമെന്റിൽ ഉയർത്തിയത്. ഒരു ഘട്ടത്തിൽ സ്പീക്കർ ഇടപെട്ട് ഇതിനൊക്കെ തെളിവ് തരേണ്ടി വരുമെന്ന് പറയുന്നത് വരെയുള്ള സാഹചര്യങ്ങൾ ഉണ്ടായി. അപ്പോൾ സ്വാഭാവികമായും രണ്ട് തരത്തിലാണ്. ഒന്നുകിൽ ഇതിനെയൊക്കെ ശക്തമായി പ്രതിരോധിക്കും, അല്ലെങ്കിൽ പ്രധാനമന്ത്രി ചിലപ്പോൾ ഇത് പാടെ അവഗണിച്ചേക്കും. എന്തായാലും ഇഷ്ടം പോലെ വിഷയങ്ങളുണ്ട് പ്രതിപക്ഷത്തിന് അവിടെ ബഹളം വെക്കാൻ, അല്ലെങ്കിൽ പ്രതിപക്ഷത്തിന് സർക്കാരിനെ പ്രതിരോധത്തിലാക്കാൻ ഇഷ്ടം പോലെ വിഷയങ്ങളുമുണ്ട്. ഇന്നത്തെ ദിവസം ഈ മറുപടി പ്രസംഗത്തിൽ എന്തൊക്കെയാണ് പ്രതീക്ഷിക്കുന്നത്? ഗുഡ് മോർണിംഗ് ശ്രീജ സൂചിപ്പിച്ചതുപോലെ തന്നെ പാർലമെന്റിന്റെ ബജറ്റ് സമ്മേളനം ആരംഭിച്ചതിന് ശേഷം പ്രതിപക്ഷം നിരവധിയായ ആരോപണങ്ങൾ ആണ് കേന്ദ്ര സർക്കാരിനെതിരെ ഉന്നയിക്കുന്നത്. പ്രത്യേകിച്ച് രാഷ്ട്രപതിയുടെ നയപ്രഖ്യാപന പ്രസംഗത്തിന് തൊട്ടു പിന്നാലെ തുടങ്ങിയതാണ് പ്രതിപക്ഷ വിമർശനം എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. കാരണം സുദീർഘമായ ഒരു നയപ്രഖ്യാപന പ്രസംഗം ആയിരുന്നു രാഷ്ട്രപതി ദ്രൗപദി മുർമു നടത്തിയത്. അതിനുശേഷം ഈ ദ്രൗപദി മുർമു ഈ പ്രസംഗം വായിച്ച് ക്ഷീണിച്ചു പോയി എന്നുള്ളതായിരുന്നു കോൺഗ്രസിന്റെ പ്രതികരണമായി പുറത്തു വന്നത്. അത് സോണിയാഗാന്ധിയായിരുന്നു അത്തരത്തിലൊരു പ്രതികരണം നടത്തിയത്. ആ പ്രതികരണത്തെ തന്നെ ആയുധമാക്കി മാറ്റാൻ BJP ശ്രമിച്ചിരുന്നു. ജനാധിപത്യത്തെയും ഭരണഘടനയെയും ഭരണഘടനാ പദവിയെയും അതോടൊപ്പം തന്നെ ഒരു രാജ്യത്തിന്റെ പ്രഥമ വനിതയെയും ഒക്കെ അവഹേളിക്കുന്ന സമീപനം ആണ് കോൺഗ്രസിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായത് എന്ന വിമർശനം ആയിരുന്നു ആ ഘട്ടത്തിൽ BJP ഉന്നയിച്ചത്. അതിനുശേഷം പാർലമെന്റ് സമ്മേളനം ആരംഭിച്ചപ്പോൾ മുതൽ മഹാകുംഭമേളയുമായി ബന്ധപ്പെട്ടും അതോടൊപ്പം തന്നെ വഖഫ് ഭേദഗതി ബില്ലിന്മേലുള്ള JPCയുടെ തീരുമാനങ്ങൾ ഏകപക്ഷീയമാണ് എന്ന് ആരോപിച്ചുകൊണ്ടും പ്രതിപക്ഷം വലിയ വിമർശനങ്ങൾ ആണ് ഉന്നയിച്ചത്. അതിൽ തന്നെ മഹാകുംഭമേളയിൽ ഉണ്ടായ അപകട മരണം എന്നത് നമുക്കറിയാം. തിക്കിലും തിരക്കിലും പെട്ട ആണ് നിരവധി പേർക്ക് ജീവൻ നഷ്ടപ്പെട്ടത്. എന്നാൽ രാജ്യസഭയിലെ പ്രതിപക്ഷ നേതാവ് മല്ലികാർജുൻ ഖാർഗെ രാജ്യസഭയിൽ നടത്തിയ പരാമർശം എന്നത് മഹാകുംഭമേളയിൽ തിക്കിലും തിരക്കിലും പെട്ട് മരണപ്പെട്ട ആയിരങ്ങൾക്ക് അന്ത്യാഞ്ജലി എന്നുള്ളതായിരുന്നു. ഈ ആയിരങ്ങൾ എന്ന പ്രയോഗത്തെയായിരുന്നു ഭരണപക്ഷം പ്രധാനപ്പെട്ട ആയുധമാക്കി മാറ്റിയത്. അങ്ങനെ ആയിരങ്ങൾ അവിടെ മരണപ്പെട്ടിട്ടില്ല എന്നും വളരെ കുറച്ചുപേർ മാത്രമാണ് മരണപ്പെട്ടത് എന്നും അതിനെ വലിയൊരു സംഭവമാക്കി തെറ്റായ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് പ്രതിപക്ഷം സഭയിൽ ഉന്നയിക്കുന്നത് എന്നതടക്കമുള്ള വിമർശനമാണ് ഉന്നയിച്ചത്. സമാനമായ വിഷയം തന്നെ, അതായത് മഹാകുംഭമേളയിൽ സുരക്ഷാ വീഴ്ച ഉണ്ടായിട്ടുണ്ട്, ആളുകൾക്ക് ജീവഹാനി സംഭവിച്ചത് പിടിപ്പുകേടാണ് എന്നും ആ വിഷയം ചർച്ച ചെയ്യണം എന്നുമുള്ളതായിരുന്നു ലോക്സഭയിലും കോൺഗ്രസിന്റെ ആവശ്യം. ഒപ്പം JPC ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ കൃത്യമായ ചർച്ചകൾ നടക്കണമെന്നും പ്രതിപക്ഷം ആവശ്യം ഉന്നയിച്ചിരുന്നു. എന്നാൽ അവിടെ ശ്രീജ സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ലോക്സഭാ സ്പീക്കർ ഓം ബിർളയുടെ ഒരു ഇടപെടൽ ഉണ്ടാകുന്നു. ആ ഇടപെടൽ പലപ്പോഴും ഭരണപക്ഷത്തിന് അനുകൂലമാകുന്ന ഇടപെടൽ ആണ് എന്ന വിമർശനം പ്രതിപക്ഷം ഉന്നയിക്കുന്നു. ഒരു ഘട്ടത്തിൽ, അതായത് ഈ വിഷയങ്ങൾ ഉന്നയിക്കുമ്പോൾ സ്വാഭാവികമായും നമുക്കറിയാം, നമ്മൾ എല്ലാവരും തന്നെ സഭാ നടപടികൾ കാണുന്നവരാണ്, സാധാരണ പ്രേക്ഷകർ അടക്കം അത് കാണുന്നതാണ്. മേശപ്പുറത്ത് തട്ടിയും ഒക്കെ ഏത് രാഷ്ട്രീയ പാർട്ടിയോ അല്ലെങ്കിൽ ഏത് മുന്നണിയോ പ്രസംഗിക്കുന്നു, അവരുടെ നേതാക്കൾ പ്രസംഗിക്കുമ്പോൾ അവർക്ക് പിന്തുണ നൽകുന്ന ഒരു സാഹചര്യം ഉണ്ടാകാറുണ്ട്. എന്നാൽ പ്രതിപക്ഷ നേതാക്കൾ സംസാരിക്കുന്ന സമയത്ത് പ്രതിപക്ഷ ബെഞ്ച് ഇത്തരത്തിൽ മേശയിൽ തട്ടി അടക്കം പ്രതികരിച്ചപ്പോൾ അതിന് കർശനമായ നിർദ്ദേശവും വാണിംഗും ആണ് സ്പീക്കറിന്റെ ഭാഗത്ത് നിന്നുണ്ടായത്. മേശ എങ്ങനെ തല്ലിപ്പൊളിക്കാനുള്ളതല്ല എന്ന തരത്തിലടക്കമുള്ള പരാമർശങ്ങൾ ആണ് സ്പീക്കറുടെ ഭാഗത്ത് നിന്നുണ്ടായത്. അതോടൊപ്പം തന്നെയാണ് പ്രതിപക്ഷം ഉന്നയിച്ച നിരവധിയായ വിഷയങ്ങൾ, പ്രത്യേകിച്ച് ചൈന ഇന്ത്യയിൽ കടന്നുകയറ്റം നടത്തുകയാണ് എന്നും അതിനെ ചെറുക്കാൻ പ്രധാനമന്ത്രിക്ക് അടക്കം സാധിക്കാതെ പോകുന്നു, അല്ലെങ്കിൽ നമ്മുടെ ഭരണ സംവിധാനങ്ങൾക്ക് സാധിക്കാതെ പോകുന്നു എന്ന വിമർശനം ഉന്നയിക്കപ്പെട്ടിരുന്നു. മറ്റൊന്ന്, അമേരിക്കൻ പ്രസിഡന്റായി ഡൊണാൾഡ് ട്രംപ് അധികാരമേൽക്കുന്ന സമയത്ത് സത്യപ്രതിജ്ഞാ ചടങ്ങിലേക്ക് നരേന്ദ്രമോദിയെ ക്ഷണിക്കുന്നതിന് വേണ്ടിയാണ് വിദേശകാര്യ മന്ത്രിയെ അയച്ചത് എന്ന തരത്തിലുള്ള രാഹുൽ ഗാന്ധിയുടെ പരാമർശം ഉണ്ടാകുന്നു. മേക്ക് ഇൻ ഇന്ത്യ പദ്ധതികൾ പോലെയുള്ള ആശയങ്ങൾ നല്ലതാണ്, പക്ഷേ അത് നടപ്പിലാക്കുന്നതിൽ കേന്ദ്ര സർക്കാരും പ്രധാനമന്ത്രിയും പരാജയപ്പെട്ടു പോകുന്നു. ഇങ്ങനെയൊക്കെയുള്ള നിരവധിയായ വിമർശനങ്ങൾ ആണ് രാഹുൽ ഗാന്ധിയും മറ്റു പ്രതിപക്ഷ നേതാക്കളും എല്ലാം ഈ സഭാ സമ്മേളന കാലയളവിൽ, അതും ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ഉന്നയിച്ചത്. ഈ വിഷയങ്ങളിലടക്കം നമുക്കറിയാം, സാധാരണ പാർലമെന്റിന്റെ നടപടിക്രമങ്ങളുടെ ഭാഗമായി സർക്കാരിന്റെ പ്രവർത്തനങ്ങളും ദിശാബോധവും ഒക്കെ വ്യക്തമാക്കുന്ന നയപ്രഖ്യാപനമാണ്. അത് സർക്കാരിന്റെ നയപ്രഖ്യാപനമാണ്. നമ്മൾ ടെക്നിക്കലി രാഷ്ട്രപതിയുടെ നയപ്രഖ്യാപനം എന്ന് പറയുമ്പോൾ പോലും സർക്കാർ തയ്യാറാക്കുന്ന നയപ്രഖ്യാപനമാണ്. ആ നയപ്രഖ്യാപനത്തിന്റെ ഒരു തുടർച്ച എന്ന നിലയിൽ ഉള്ള മറുപടിയാണ് സാധാരണ പ്രധാനമന്ത്രി നൽകുക. പക്ഷേ ഇന്ന് അദ്ദേഹം നൽകാൻ പോകുന്ന മറുപടി എന്നത് ഒരു രാഷ്ട്രീയ പ്രസംഗമായി മാറിയാൽ
അത്ഭുതപ്പെടേണ്ടതില്ല. കാരണം അത്തരം വലിയ വിമർശനങ്ങൾ ആണ് പ്രതിപക്ഷം പാർലമെന്റിൽ ഉന്നയിച്ചിട്ടുള്ളത്. അതിന് രാഷ്ട്രീയമായുള്ള മറുപടി കൂടി ഇന്ന് പ്രധാനമന്ത്രിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകും എന്ന് വേണം നമുക്ക് പ്രതീക്ഷിക്കാൻ. ശ്രീജ. ശരി, KP അഭിലാഷാണ് വിവരങ്ങൾ നൽകിയത്. ന്യൂസ് ഡെസ്കിൽ നിന്ന് രാജ്യസുരക്ഷ തൊട്ട് വിദേശ നയം തൊട്ട് വഖഫ് ബോർഡ്, കുംഭമേള, അങ്ങനെ നിരവധി വിഷയങ്ങൾക്ക് മറുപടി പറയുമോ പ്രധാനമന്ത്രി ഇന്നത്തെ മറുപടി പ്രസംഗത്തിൽ എന്നതാണ് കാത്തിരുന്ന് കാണേണ്ടത്. അത് നമുക്ക് വരും ബുള്ളറ്റിനുകളിലും കൃത്യമായി ഫോളോ ചെയ്യാം. ഇപ്പോൾ നമ്മളൊരു ഇടവേള എടുക്കുന്നു. മറ്റു വാർത്തകളിലേക്ക് പോയി വരാം.